പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച ഇറാൻ വിരുദ്ധ സാമ്പത്തിക ഉപരോധ നടപടികളുടെ വിശദാംശങ്ങൾ ഇന്ന് പുറത്തുവരാനിരിക്കെ പ്രശ്നപരിഹാരത്തിനായി മധ്യസ്ഥ രാജ്യങ്ങൾ വീണ്ടും രംഗത്ത്. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഇന്ന് വൈകിട്ട് ചർച്ചയ്ക്കായി തെഹ്റാനിലെത്തും. US ഉപരോധ നടപടി ഇറാനുമായി സാമ്പത്തിക ബന്ധം തുടരുന്ന രാജ്യങ്ങളെയും കമ്പനികളെയും വലിയ സമ്മർദ്ദത്തിലാക്കും. ഉപരോധം പരാജയപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രതികരിച്ചു. വിവരങ്ങളുമായി MC നാസർ ചേരുകയാണ്. MC, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ചില നിർണായക തീരുമാനങ്ങൾ, ഈ ഉപരോധം സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങൾ ട്രംപിൽ നിന്ന് വരും എന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇറാന് മേൽ ഉപരോധം മാത്രമല്ലാതെ മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടെ, ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളെ ഉൾപ്പെടെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ എത്രത്തോളം ആശങ്ക നൽകുന്നുണ്ട് ഈ നീക്കങ്ങൾ? മധ്യസ്ഥ നീക്കങ്ങൾ ഏത് രീതിയിൽ സജീവമാകുന്നുണ്ട് ഇതിനിടെ? ദിവ്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിനെതിരെ ഇത്രയും വലിയ ഒരു ഉപരോധ നടപടികളിലേക്ക് നീങ്ങുന്നത് എന്നാണ്. എന്തൊക്കെയായിരിക്കും ആ ഉപരോധത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കും അത് ഇറാനെ മാത്രമല്ല ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോവുക എന്നതൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നിർണായകമായിട്ട് മാറുക. എന്തായാലും 6 മാസത്തെ ഈ സംഘർഷത്തിൽ സൈനികമായിട്ട് അമേരിക്ക പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയത്തിന്റെ നിരാശയിൽ നിന്നാണ് ഇപ്പോൾ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്ന ഒരു വിലയിരുത്തലാണ് ഇറാന്റെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും നൽകുന്നത്. പക്ഷേ ഏതൊക്കെ രീതിയിൽ ഇത് ഒരുപക്ഷെ ഇറാനേക്കാളും ഇത് സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് അയൽ രാജ്യങ്ങളെയാണ്. ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സൂപ്പർ പവറുകളും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ ചൈനയും റഷ്യയുമാണ് ഇറാനുമായിട്ട് ഏറ്റവും വലിയ വ്യാപാര ബന്ധം നിലനിർത്തുന്ന 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഇറാന്റെ എണ്ണ ഉൽപാദനത്തിൽ ഏതാണ്ട് 80% വാങ്ങുന്ന രാജ്യം ചൈനയാണ്. അതുകൊണ്ട് ചൈന ഈ ഉപരോധ നടപടികളെ നേരത്തെ തന്നെ വളരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് സഹകരിക്കാൻ സാധിക്കുകയില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. റഷ്യ ആകട്ടെ യുക്രൈനുമായി ബന്ധപ്പെട്ട നിരവധി അമേരിക്കൻ ഉപരോധങ്ങളെ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നൊരു പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യ, തുർക്കി, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ, ഈ മേഖലയിലുള്ള ഗൾഫ് രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെയാണ് ഒരുപക്ഷെ വലിയ സമ്മർദ്ദത്തിലേക്ക് പോവുക. കാരണം ഇറാനുമായിട്ടൊരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഈ പല രാജ്യങ്ങൾക്കും താല്പര്യമില്ല. അതുമാത്രമല്ല ഇറാനുമായിട്ട് വലിയ സാമ്പത്തിക വിനിമയ ബന്ധങ്ങളാണ് ഈ രാജ്യങ്ങൾക്കൊക്കെയുള്ളത്. അപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഈ കടുത്ത ഉപരോധ നടപടികൾ പൂർണ്ണമായിട്ട് തള്ളാനും പറ്റുകയില്ല, അതേസമയം ഉൾക്കൊള്ളാനും പറ്റാത്ത വലിയൊരു ധർമ്മസങ്കടത്തിലായിരിക്കും ഈ രാജ്യങ്ങൾ. അതുകൊണ്ട് അമേരിക്കയെ വ്യക്തമാക്കുന്നത് ഇറാനിന്റെ എല്ലാ സാമ്പത്തിക നാടികളും മുറിച്ചു മാറ്റുകയാണ് ഈ ഒരു ഉപരോധത്തിന്റെ ലക്ഷ്യം. അതുമായി സഹകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇറാൻ ആകട്ടെ മറുപക്ഷത്ത് വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ ഈ ഉപരോധ നടപടികളുമായി ആരെങ്കിലും പിന്തുണയ്ക്കുകയാണെങ്കിൽ അവർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഈ 2 രാജ്യങ്ങളും, ചൈനയും അമേരിക്കയും ഇറാനും, ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിൽ മറ്റ് ഈ അയൽ രാജ്യങ്ങളുടെ അവരുടെ ഒരു തീരുമാനം എന്നതായിരിക്കും ഒരുപക്ഷെ ഉപരോധ നടപടികൾ വിജയിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം. അതോടൊപ്പം തന്നെ ഹോർമസിലുള്ള കടന്നുപോകുന്ന കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തണമെന്ന നിലപാടിൽ തന്നെ ഇറാൻ പാർലമെന്റ് ഉറച്ചു നിൽക്കുകയാണ്. ദേശീയ സുരക്ഷാ സമിതിയും അതോടൊപ്പം തന്നെ വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട സമിതിയും, ഈ 2 സമിതികളും അതിന് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒമാനും ഇറാനുമായി നടക്കുന്ന ചർച്ചകൾ അത് എവിടെ എത്തും എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ മധ്യസ്ഥ നീക്കങ്ങൾ ഈ ഘട്ടത്തിലും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഒരു പ്രതീക്ഷ പകരുന്ന ഘടകം. ഇതിന്റെ ഭാഗമായിട്ടാണ് പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ന് വൈകിട്ട് തെഹ്റാനിലെത്തുന്നത്. അമേരിക്കയുടെയും മധ്യസ്ഥ രാജ്യങ്ങളുടെയും ഏത് ഫോർമുലയാണ് ഇപ്പോൾ ഇറാന് മുമ്പാകെ അസീം മുനീർ സമർപ്പിക്കുക എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും 1-2 ഫലം കാണാതെ പരാജയപ്പെടുന്നതാണല്ലോ കണ്ടത്. ഇന്നിപ്പോൾ പാക് സൈനിക മേധാവി തെഹ്റാനിലെത്തുന്നു, കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഈ മധ്യസ്ഥ നീക്കങ്ങളോട് അനുകൂലമായ സമീപനമുണ്ടോ ഇറാനും അമേരിക്കയ്ക്കും?
നിലവിലുള്ള സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ നിലപാട് കടുപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം ഒരു വിധത്തിലും ദേശീയ താല്പര്യങ്ങൾ ബലി കൊടുക്കാനോ അല്ലെങ്കിൽ അമേരിക്കയുടെ തെട്ടൂരങ്ങൾക്ക് വഴങ്ങാനോ തങ്ങൾ ഒരുക്കമല്ല എന്നാണ് സൈനിക രാഷ്ട്രീയ നേതൃത്വം ഒരുപോലെ വ്യക്തമാക്കുന്നത്. അമേരിക്കയാകട്ടെ അവരെ 6 മാസമായി തുടരുന്ന ഈ സൈനിക നടപടികൾ വേണ്ടത്ര വിജയിക്കാത്തൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക യുദ്ധം അത് പ്രഖ്യാപിക്കുകയും ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് ഇതിലൂടെ തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് പരസ്യമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതോടൊപ്പം തന്നെ US ട്രഷറി സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കെ അവർക്ക് ഈ ഉപരോധ നടപടികൾ വിജയിപ്പിക്കുക എന്നത് വളരെ നിർണായകമായിരിക്കും. പക്ഷേ ഈ മേഖലയിലെ നിരവധി രാജ്യങ്ങളുടെ ഒരു പങ്കാളിത്തം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലഭിക്കുകയില്ല എങ്കിൽ ഈ സാമ്പത്തിക യുദ്ധവും പരാജയപ്പെടുമെന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ അവരുടെ ശ്രമങ്ങൾ പരമാവധി നടത്തുന്നുണ്ട്. ഒരു പ്രകോപനപരമായ നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇരു കൂട്ടരോടും മധ്യസ്ഥ രാജ്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഓർമസ് തങ്ങളുടെ അധീന പ്രദേശമാണെന്ന് വ്യക്തമാക്കുന്ന ഭൂപടം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ പ്രകോപന നടപടിക്ക് കുറെ കൂടി ആക്കം കൂട്ടിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളെയും ഈ ഉപരോധവുമായി സഹകരിച്ചാൽ ആക്രമിക്കുമെന്ന ഒരു മുന്നണി ഒരു വലിയ താക്കീത് ഇറാൻ നേതൃത്വം നൽകുന്നു. അപ്പോൾ ഇത് രണ്ടും നിലനിൽക്കെ എങ്ങനെ ഒരു സമവായ നീക്കം വിജയിക്കും എന്നത് വലിയ ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. എന്തായാലും അസീം മുനീർ മാത്രമല്ല ഈജിപ്തും സൗദി അറേബ്യയും മിക്ക മധ്യസ്ഥ രാജ്യങ്ങളും വളരെ ശക്തമായി തന്നെ ഈ ഒരു ആശയവിനിമയവും അതോടൊപ്പം തന്നെ സമവായ നീക്കവുമായിട്ട് രംഗത്തുണ്ട്. പക്ഷെ അത് നിലവിലുള്ളൊരു അവസ്ഥയിൽ ഈ രണ്ടു കൂട്ടരും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ മുന്നോട്ട് പോവുക എന്നത് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ദിവ്യ, ശരി. എന്തായാലും ഇറാൻ US സംഘർഷത്തിന് ഒരു പരിഹാരമാകുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. സാമ്പത്തിക ഉപരോധം കടുപ്പിക്കാൻ ട്രംപ് ഒരുങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ മധ്യസ്ഥ നീക്കങ്ങളൊക്കെ സജീവമായിട്ടുള്ളത്. പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്നിപ്പോൾ തെഹ്റാനിലെത്തുന്നുണ്ട്. കൂടിക്കാഴ്ചകളൊക്കെ നടക്കും. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണും എന്നതൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. നോക്കൂ, ഈ